friends, welcome to Marine Flavours. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തുവാ? നമ്മൾ ഒരു പ്ലാന്റഡ് അക്വേറിയം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഫിഷിനെ ആഡ് ചെയ്യുന്ന വീഡിയോ ആണിന്ന്. ഫിഷിനെയും ഷ്രിമ്പിനെ ആഡ് ചെയ്യുന്ന വീഡിയോ ആണിന്ന്. ഷ്രിമ്പിനെ നമ്മൾ എവിടുന്നാ പിടിച്ചേ? നമ്മുടെ ഇവിടുത്തെ ടാങ്കിൽ നിന്ന് അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ എന്തൊക്കെ ഫിഷിനെയാണ് വാങ്ങിയത്? ഫീബ്ര, ടെട്ര, വിഡോ. അതിൽ വിഡോ ഫിഷും ടെട്രാ ഫിഷും ജേഡമോൻ എപ്പോഴും കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു എനിക്ക് മമ്മി സീബ്ര മാത്രമേ ഓർമ്മ നിൽക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം മറന്നു പോകുന്നു. അപ്പോൾ ഞങ്ങൾ 3 ടൈപ്പ് ഫിഷിനെയാണ് വാങ്ങിയിട്ടുള്ളത്. ടെട്രാ ഫിഷ്, സീബ്ര ഫിഷ്, പിന്നെ വിഡോ ഫിഷ്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഷ്രിമ്പ്, ചെറിയ റെഡ് ഷ്രിമ്പാണ്. അത് ഇവിടുത്തെ ടാങ്കിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ടാങ്ക് ചെയ്ത് നിർത്തുന്നത് വരെയുള്ള, ഫിഷിനെ ആഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ പ്ലാന്റഡ് ടാങ്കിൽ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ ഫിഷിനെ വാങ്ങിയിട്ടുള്ളത് നമ്മൾ കോയിക്കാർപ്പിനെ വാങ്ങിയിട്ടുള്ള വേങ്ങര ഫിഷ് ഫാം, റിയാസിക്കയുടെ ആ ഫാമിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൂടുതലും ഞാൻ പറഞ്ഞ് ഇതാക്കുന്നില്ല, വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫിഷും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ വേങ്ങര ഫിഷ് ഫാം, റിയാസിക്കയുടെ ഫിഷ് ഫാമിൽ നിന്നാണ്. ഇതും കൊറിയർ വഴിയാണ്, ST കൊറിയർ വഴിയാണ് വന്നിട്ടുള്ളത്. മൺഡേ അയച്ചു, ട്യൂസ്ഡേ ഉച്ചയോടുകൂടി തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് പാക്ക് ചെയ്ത് നല്ല കെയറോട് കൂടി തന്നെയാണ് കേട്ടോ ഫിഷിനെ അവർ അയക്കാറുള്ളത്. ഫിഷൊക്കെ ആക്റ്റീവാണ്. ഞാൻ 2 ചെറിയ കോയി ഫിഷിനെ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പാക്ക് ചെയ്ത് ലീക്കൊന്നും ഉണ്ടാവാതെ ഓക്സിജൻ ഫില്ല് ചെയ്താണ് ഫിഷസിനെ അയക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പുള്ളിയെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഫിഷസാണ് നമുക്ക് അയച്ചു തരാറുള്ളതും. മുമ്പ് കോയി ഫിഷിനെ വാങ്ങിയതും നമ്മൾ റിയാസിക്കയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ ആളിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആളിൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും വെച്ചേക്കാം. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലും കാണാൻ പറ്റും വേങ്ങര ഫിഷ് ഫാം എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഫിഷസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 30 ഫിഷിനെയാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം നല്ല ആക്റ്റീവാണ്, എല്ലാം ആക്റ്റീവാണ്. എത്ര ചെറിയ ഫിഷാണെങ്കിലും ഒന്നും നമുക്ക് ചത്തൊന്നും പോയിട്ടില്ല. ഇതിനകത്ത് കിട്ടിയപ്പോഴും 30 എണ്ണവും നല്ല ആക്റ്റീവായിട്ടുള്ള ഫിഷസാണ്. പ്ലാന്റഡ് ടാങ്കുകളിലേക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള ഫിഷസ് ആയിരിക്കും ഭംഗിയുണ്ടാവുക. ഇനി നമ്മുടെ ഈ പ്ലാന്റഡ് അക്വേറിയത്തിലേക്ക് കുറച്ച് ഓർണമെൻ്റൽ ഷ്രിംസിനെ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓർണമെൻ്റൽ ഷ്രിംസ് ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ ഇവിടെ 2 ടാങ്കിലായിട്ട് കുറേ ചെറിയ റെഡ് ഷ്രിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വലിയ സൈസ് നോക്കിയിട്ട് പിടിച്ചിട്ടാണ് ഞാൻ ആ ടാങ്കിലിടാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ 2 വർഷം മുൻപ് വാങ്ങിയതാണ്. 6-7 എണ്ണേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് മുട്ടയിട്ട് പെരുകിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ചെറിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിന്ന് പിടിച്ചിട്ട് ഇവരെ ഇടാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷ്രിമ്പിനെ പിടിക്കാം. കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്നതിനെയൊക്കെ നമുക്ക് കൈ കൊണ്ട് പിടിക്കാം. ഇതിനെ ഞാൻ അടുത്ത് കാണിച്ചു തരാം. വെൽ പ്ലാന്റഡ് ആയിട്ടുള്ള ടാങ്കിലൊക്കെ ഇത് നമ്മൾ ജസ്റ്റ് വാങ്ങിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പ്രത്യേകിച്ചൊരു കെയറും ഇതിന് ആവശ്യമില്ല. ഒരെണ്ണത്തിനെ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇത്രേ വളരുള്ളൂ. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഫീഡ് ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട. നന്നായിട്ട് പ്ലാന്റഡ് ആയിട്ടുള്ളൊരു ടാങ്കിൽ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പെരുകിക്കോളും. അപ്പോൾ നമുക്ക് ഇത് ബിസിനസ് പരമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ ഒരു വലിയ ശൃംഖല തന്നെ ഉണ്ട് ഇപ്പോൾ ബിസിനസ്സിൻ്റേതായിട്ടുള്ള മേഖലയിൽ. ഷ്രിമ്പ് ചെയ്യുന്നവർ പ്രത്യേകിച്ച് നമുക്ക് ഫുഡ് കൊടുക്കണമെന്നില്ല, പക്ഷേ നമുക്ക് ഫുഡ് കൊടുത്തും ഇതിനെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. നന്നായിട്ട് പ്രത്യേകിച്ച് ഓവർ കെയറിങ് ഒന്നും നമ്മൾ ചെയ്യരുത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓവർ കെയർ ചെയ്ത് കഴിഞ്ഞാൽ, വെള്ളം മാറ്റുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് നശിച്ചു പോകും. അപ്പോൾ അടുത്ത ഒരെണ്ണത്തിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനിയും മിക്കവാറും നമ്മൾ അരിപ്പ് വെച്ച് തന്നെ പിടിക്കേണ്ടി വരും. ഇതിൽ ഒരുപാടായിട്ടുണ്ട്. ഞാനിതങ്ങനെ വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല. ഇതിൽ ഫിഷ് കിടക്കുന്നത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കല്ല, എല്ലാ ദിവസവും ഞാനിതിന് ഫുഡ് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഷ്രിമ്പിനെ പിടിക്കാൻ നേരമാണ് ഞാൻ കാണുന്നത് ഒരുപാട് ഷ്രിമ്പുണ്ട് കേട്ടോ. ഇതിൽ ഒരുപാടുണ്ട്, കുഞ്ഞുങ്ങൾ ഒരുപാടായിട്ടുണ്ട്. ഇനി ബെറ്റർ നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഇതിൽ നിന്ന് പിടിച്ചെടുക്കാം. ഓക്കെ, ഞാൻ ഒരെണ്ണത്തിനെയും കൂടെ ഇതിൽ നിന്ന് എടുത്ത് കാണിക്കാം. അടുത്തൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നിനെ കൂടി കിട്ടിയിട്ട്. ഇത് ചാടിപ്പോവും കേട്ടോ പെട്ടെന്ന്. ഇനി നമുക്ക് ബെറ്റർ ഒരു അരിപ്പെടുത്തിട്ട് പിടിക്കാം.
ഈ ഷ്രിമ്പും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് GBF എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയിലെ ഫാഹിദ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ആളും എനിക്കിത് കൊറിയർ വഴി തന്നെയാണ് കേട്ടോ അയച്ചു തന്നിരുന്നത്. അപ്പോൾ ഷ്രിമ്പ് വേണമെന്നുള്ളവർക്ക് ഞാൻ ആളിൻ്റെ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം. ഇനി നമുക്കിതിൽ അരിപ്പ് വെച്ചൊന്ന് കയറി നോക്കാം. ഒരുപാടുണ്ട് ഇതിൽ. കണ്ടോ, ഇപ്പോൾ ഫിഷ് കൂടി അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അല്ലാതെ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ചെറിയ ഷ്രിമ്പും അതിൽ ഓടി നടക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. വെൽ പ്ലാന്റഡ് ടാങ്കിലായിരിക്കണം നമ്മൾ എപ്പോഴും ഷ്രിമ്പിനെ ഇടേണ്ടത്. കാരണം അല്ലെങ്കിൽ ഇത് പരസ്പരം അടികൂടിയും ഇതിൽ ചത്തുപോകും, ഇതിൻ്റെ തല ഒടിഞ്ഞു പോവും. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് വെൽ പ്ലാന്റഡ് ടാങ്കിലാകുമ്പോൾ ഇവർക്ക് ഹൈഡ് ചെയ്യാൻ ഒരുപാട് പ്ലേസ് വേണം. പിന്നെ ഏറ്റവും ഇവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ആൽഗയാണ്. ആൽഗ കഴിക്കും. പിന്നെ ജാവ മോസൊക്കെ ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ക്യാരറ്റൊക്കെ നമ്മൾ വേവിച്ചിട്ട് കൊടുക്കാം. അത് ഈ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല കളറും കിട്ടും, അത്യാവശ്യം നല്ല സൈസും കിട്ടും. ഇത് ഇവിടെ ഉള്ളതറിഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ള പിള്ളേരൊക്കെ വന്ന് വാങ്ങിയിട്ട് പോകാറുണ്ടായിരുന്നു. 2 പീസിന് ഞാൻ 30 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് വലുതൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ അവർക്ക് പിടിച്ച് കൊടുത്തിരുന്നു കഴിഞ്ഞ മാസം. ഇപ്പോൾ നമുക്ക് കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം കുറച്ച് സോഡ് പ്ലാന്റ്, പെന്നി വോട്ട്, വാട്ടർ ക്യാബേജ്, ഹൈഡ്രില്ല, അങ്ങനെ വാലിസ്നേറിയ, അങ്ങനെ ഒരുപാട് പ്ലാന്റ് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്കൊന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം എത്രത്തോളം ഷ്രിമ്പിന് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. കുറേ അധികം ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് വലുത് നോക്കി മാത്രമേ ഞാൻ ടാങ്കിലേക്ക് കൊണ്ടുപോകുള്ളൂ. ഇന്ന് അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസമാണ്. ഇത്രയും ദിവസം മഴയായിരുന്നു. അപ്പോൾ ഷ്രിമ്പിനെ ഒന്നും പിടിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇന്നാണ് ടൈം കിട്ടിയപ്പോൾ ഞാൻ പിടിച്ചത്. കുറച്ച് പായൽ എടുത്തിട്ടിട്ടുണ്ട്, ഞാനതൊന്ന് എടുത്ത് കാണിക്കാം. പക്ഷേ അതിലെല്ലാം ഷ്രിമ്പ് ഒട്ടിയിരിക്കുവാണ്. വലുതും ചെറുതുമായിട്ട് കുറേ കിട്ടിയിട്ടുണ്ട്. ഒരു 10-30 എണ്ണത്തിന് മേലെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഈ ടാങ്ക് ചെയ്തിട്ടിപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു എയർ പമ്പ് കൂടി വെച്ചിട്ടുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് എയർ പമ്പ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി പ്ലാന്റഡ് ടാങ്കിലൊന്നും നമ്മൾ എയറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ എടുത്തു വെച്ചിരുന്ന ഷ്രിമ്പും ഫിഷും ഒരു കവറിലാക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം. ഒരു 10 മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ റെഗുലേഷൻ കറക്റ്റായിട്ട് നടക്കും. 2 വെള്ളത്തിൻ്റെയും ടെമ്പറേച്ചർ ഓക്കെ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഫിഷിന് തുറന്നു വിടാവുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫിഷിനെ തുറന്ന് അതിലേക്ക് വിടാം. ഈ ടാങ്കിലുള്ള വെള്ളം ഞാൻ ഇന്നലെ പുതിയ വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ഡയറക്റ്റ് ടാപ്പ് വാട്ടർ പിടിച്ചിട്ട് നമ്മൾ ടാങ്കിലേക്കോ ഫിഷ് കിടക്കുന്ന പോണ്ടിലേക്കോ അല്ലെങ്കിൽ എന്തിലായാലും ഫിഷ് ഉള്ളതിൽ ഡയറക്റ്റ് നമ്മൾ പൈപ്പിൽ നിന്ന് പിടിച്ചിട്ട് ഒരിക്കലും വെള്ളം ആഡ് ചെയ്യരുത്. അതിൽ ക്ലോറിൻ ഉള്ളത് കൊണ്ട് ഫിഷ് എല്ലാം പെട്ടെന്ന് തന്നെ ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ദിവസമെങ്കിലും പിടിച്ചു വെച്ചിരുന്ന വെള്ളം മാത്രമേ ഫിഷ് വളർത്താനായിട്ട് ഉപയോഗിക്കാവുള്ളൂ. ഇപ്പോൾ കവറ് ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് അതിലേക്ക് ഇറക്കി വിടാം. 30 ഫിഷ് ഉള്ളതുകൊണ്ട് എല്ലാവരും പതുക്കെ ഇറങ്ങി വരുള്ളതുകൊണ്ട് പതുക്കെ അങ്ങ് ഇറക്കി വിടുവാണ് ചെയ്യുന്നത്. ആദ്യം ഒരു യെല്ലോ വിഡോ ഫിഷാണ് ഇറങ്ങിയിട്ടുള്ളത്. ആ കുറച്ച് പരപ്പുള്ള ഫിഷില്ലേ, ആ യെല്ലോയും ഗ്രീനുമാണ്, അതിൻ്റെ പേരാണ് വിഡോ. പിന്നെ നിങ്ങൾക്ക് കാണാം ഒരു ബ്ലൂവും ഒരു കണ്ടോ ബ്ലൂവും ഒരു റെഡ് കളറുള്ളത്, അതിൻ്റെ പേര് നിയോൺ ടെട്ര എന്നാണ്. പിന്നെ ഒരു നീളമുള്ള ഒരു പിങ്ക് കളറും ഒരു യെല്ലോ കളറും ഫിഷുണ്ട്. പിന്നെ ഒരു ഡാർക്ക് ബ്ലൂവും ഉണ്ട്. അത് ടെട്ര സീബ്ര ഫിഷാണ് കേട്ടോ, സീബ്ര ഫിഷാണ്. അങ്ങനെ നമ്മുടെ പ്ലാന്റഡ് ടാങ്ക് അതിൻ്റെ ആ ഒരു കംപ്ലീറ്റഡ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ഫിഷിനെ ഇറക്കി വിട്ടപ്പോൾ എല്ലാവരും പേടിച്ച് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പോൾ ഒരു 1 അവറിന് ശേഷം എല്ലാ ഫിഷസും പല സ്ഥലങ്ങളിലേക്ക് ഓടി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആകെ 5 മണിക്കൂർ മാത്രമേ ലൈറ്റ് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഓവറായിട്ട് ആൽഗ കയറി വെള്ളം മുഴുവനും പച്ച നിറത്തിലാകും. ലൈറ്റ് കൊടുക്കേണ്ട ആവശ്യം നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ അക്വേറിയത്തിനൊരു ഭംഗിക്ക് വേണ്ടിയും മെയിനായിട്ടും പ്ലാന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ് വെക്കേണ്ടത്. പിന്നെ ഒരു കാര്യം, വളരെ കുറച്ച് മാത്രമേ ഫീഡ് കൊടുക്കാവുള്ളൂ. ഇത് എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് നമ്മൾ ഇത്തിരി കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അവർ കഴിച്ച് തീരുന്നോ ഇല്ലയോ എന്ന് നോക്കുക.
കഴിച്ച് തീരുവാണെങ്കിൽ കുറച്ചുകൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര ക്വാണ്ടിറ്റി കൊടുക്കണമെന്ന്. ഇല്ലെങ്കിൽ ആ ഫുഡ് വേസ്റ്റും കൂടെ കിടന്നിട്ട് വെള്ളം പെട്ടെന്ന് ചീത്തയാവും. ഫിൽറ്റർ ഉണ്ടെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാന്റ് ടാങ്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് പാടൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെങ്ങനെയാണ് ഇനി മുന്നോട്ടേക്ക് നമ്മൾ മെയിൻ്റനൻസ് നടത്തി കൊണ്ടുപോകുന്നതെന്നുള്ളത് ഞാനിനിയിപ്പോൾ ഒരു 2 months കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ടാങ്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. എനിവേ നമുക്കൊരു ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു പ്ലാന്റഡ് ടാങ്ക്. നമ്മുടെ ഷ്രിമ്പൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഷ്രിമ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ മൂസ്. ഫിഷിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഓരോ ടൈമിലും റേറ്റ് വ്യത്യാസം വരുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ 1 വർഷത്തിന് ശേഷം കാണുന്ന ആൾ ഈ വിലയ്ക്ക് നമ്മുടെ ഫോമിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് വിളിക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അക്വാസ്കേപ്പിംഗ് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ ജയ്ഡൻ മോന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ ഇനി അത് കാണുക. ഇതെന്താ പുതിയ തോക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയ വീഡിയോ കാണുന്നതോടെ ബൈ ബൈ.